സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 3 മരണം. കൊടുങ്ങല്ലൂരിൽ മരം വീണ സ്കൂട്ടർ യാത്രികനും കോഴിക്കോട് ആംബുലൻസ് തെന്നിമറിഞ്ഞ വയോധികയും അടിമാലിയിൽ വൈദ്യുതാഘാതമേറ്റ് യുവാവും മരിച്ചു. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. മരം മറിഞ്ഞു വീണ നാശനഷ്ടങ്ങളുമുണ്ട്. കോഴിക്കോട് കനത്ത മഴയെ തുടർന്ന് ആംബുലൻസ് തെന്നിമറിഞ്ഞാണ് രോഗിയായ വയോധിക മരിച്ചത്. കുന്നമംഗലം കോട്ടപ്പറമ്പ് ഭാഗത്ത് വെച്ചായിരുന്നു അപകടം. പെരിങ്ങോളം സ്വദേശി 82 വയസ്സുള്ള ജാനകിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളും ഡ്രൈവറും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പോഴങ്കാവിൽ കനത്ത മഴയിൽ മരം വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. കരുമാത്ര ബ്ലാഹയിൽ ഇല്ലം മണികണ്ഠനാണ് മരിച്ചത്. ഇടുക്കി അടിമാലിയിൽ വൈദ്യുതാഘാതമേറ്റ് യുവാവ് മരിച്ചു. ഇരുമ്പുപാലം പടിക്കപ്പുന്നതിയിലെ രമേശാണ് മരിച്ചത്. വൈദ്യുത ലൈനിന് അപകടകരമാകുന്ന മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിനിടെയാണ് അപകടമുണ്ടായത്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ ഇടംപാടത്ത് വീടുകളിൽ വെള്ളം കയറി. ഇത് മെയിനായിട്ടുള്ള കോടതിയിൽ നിന്ന് വിധി വന്നിട്ട് ഇവിടെ പൈപ്പ് ഇട്ടേക്കുന്നതാണ്. തെക്കേ അറ്റത്ത് സുഖമായിട്ട് വെള്ളം പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ പുതിയതായിട്ട് ആരോ വന്നിട്ട് ആ പൈപ്പ് അടച്ചു കളഞ്ഞു. അതിനുശേഷം വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് കയറി. നഗരസഭ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ചെയ്യാനില്ല, ഇങ്ങോട്ട് വരാറ് പോലുമില്ല കൗൺസിലർ ഇവരാരും. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ശക്തമായ മഴയിൽ കോഴിക്കോട് ബീച്ച് പരിസരത്തും വ്യാപക വെള്ളക്കെട്ടാണ്. നിലമ്പൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. തിരുവനന്തപുരം പെരിങ്ങമല കാമരാജ് നഗറിൽ വീടിനു മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. കാമരാജ് നഗർ സ്വദേശി ശാരദയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് മറിഞ്ഞു വീണത്. ആർക്കും പരിക്കില്ല. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.